മുഴുവൻ അന്തരിച്ച അഡ്വക്കേറ്റ് മനു ജെ വാരപ്പള്ളി, ഇവിടെ നമുക്കറിയാം യോജിക്കാവുന്നവരുമായി നമുക്കറിയാം BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. വിജയിച്ച രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തോടൊപ്പം ബിഷപ്പുമാർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചില വാഗ്ദാനങ്ങളുണ്ട്. ഇപ്പോൾ മുനമ്പം സമരമുഖത്തൊക്കെ BJPയുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ കത്തോലിക്ക കോൺഗ്രസിന് BJPയുമായി ഒരു പക്ഷേ BJPയുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹകരണ വാഗ്ദാനത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതരത്തിൽ വന്ന പശ്ചാത്തലം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഒരു തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് കൊടുക്കലും കൈകൊടുക്കലും ഒക്കെ ആയി നടക്കുമ്പോൾ ഇപ്പുറത്ത് ചില സംഘപരിവാറുകാർ VHP പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ ചില അക്രമ സംഭവങ്ങൾ നടത്തുമ്പോൾ അത് മൊത്തത്തിലുള്ള BJPയുടെ ആത്മാർത്ഥതയെ സംശയിക്കത്തക്ക രീതിയിലേക്ക് വളരുന്നുണ്ടോ? ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രമാണോ കത്തോലിക്ക കോൺഗ്രസ് കാണുന്നത്? അതിന് തന്നെ ഒരു കാര്യം വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുൽക്കൂടുകളെ ആക്രമിച്ച സംഭവം മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതാണ്, വേദനാജനകമാണ്. രണ്ടാമതായി ഈ ക്രിസ്മസിന്റെ വേളയിൽ ശാന്തിയും സമാധാനവും പുലർത്തുന്ന ക്രിസ്മസിന്റെ വേളയിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് ദിനങ്ങളെ ഏറ്റെടുക്കുന്നതിനെ അങ്ങനെ അവതരിപ്പിക്കുന്നതിനെ ഏറെ വേദനയോട് കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ് കാണുക. ഇനി BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ ആരും ആയിക്കൊള്ളട്ടെ, നിലവിലെ സാഹചര്യത്തിൽ ആരെയും വിശ്വസിക്കുവാനാകാത്ത, ആരെയും സ്നേഹിക്കുവാനാകാത്ത ഒരവസ്ഥയാണ്. അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വോട്ടിന് വേണ്ടിയിട്ട് മാത്രം നിലപാടുകൾ എടുക്കുകയും അല്ലാത്ത അവസരങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം അല്ലെങ്കിൽ ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടിയും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ BJPയുടെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമാണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനൊപ്പമാണോ എന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു നിലപാട് കത്തോലിക്ക കോൺഗ്രസിനോ കത്തോലിക്ക സഭയ്ക്കോ ഇല്ല എന്നുള്ളതാണ്. അത് വിശ്വാസിഷ്ടമാണ് ഓരോ നിലപാടും. ഈ പുൽക്കൂട് പാലക്കാട് തല്ലിത്തകർത്തിട്ടുണ്ടെങ്കിൽ അതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിന് ഒരു തെറ്റും പറയുവാനായിട്ടില്ല. അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്, അവരെ പിടിക്കേണ്ടതാണ്. ഇന്ന് അതിനുശേഷം ഒരു സ്കൂളില് പുൽക്കൂട് തകർത്തതായിട്ടും കൂടെ അറിഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റവാളി ആരാന്ന് പിടിക്കപ്പെട്ടിട്ടില്ല. ആരാണ് അതിന്റെ കുറ്റവാളികൾ കണ്ടുപിടിക്കുവാനായിട്ട് സർക്കാർ ബാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കുവാനായിട്ടും നിയമത്തിന് മുമ്പിൽ ആ കുറ്റവാളികളെ കൊണ്ടുവരുവാനായിട്ടുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇനി മറ്റൊന്നും കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് CBSE പ്രസിഡന്റ് CBSE ആസ്ഥാനത്ത് ബിഷപ്പുമാരെ കണ്ടതിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിലല്ല, ലോകം ആഘോഷിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുക. ആ ക്രിസ്മസ് ദിനത്തില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു നേതാവ് എന്ന നിലയിൽ കടന്നു വരുമ്പോഴത്തേക്കിന് അതിനെ ഏറെ വ്യക്തമായി കാണുവാനായിട്ടും സന്തോഷത്തോടുകൂടി കാണുവാനായിട്ടും അതിനെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് രാഷ്ട്രീയപരം എന്ന നിലയിലല്ല, ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ഈ ഉത്സവത്തെ, ലോകത്തിന്റെ ഈ ഉത്സവത്തെ നെഞ്ചേറ്റുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം തന്നെ പുൽക്കൂടുകൾ തകർക്കപ്പെടുന്നതും കരോളുകളിൽ ആക്രമണം നടത്തുന്നതിനെയും ശക്തമായ അവിടെയാണ് എന്റെ ചോദ്യം. ഈ ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ അടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് അവരുടെ ശ്രമങ്ങൾക്ക് അതിൽ വലിയ തോതിൽ ശ്രമങ്ങൾ വർഷങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു വിഘാതമാകുന്നുണ്ടോ? നിങ്ങൾക്ക് അത്തരം ചില സംശയങ്ങൾ ഉയരുന്നുണ്ടോ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലും ആവർത്തിക്കുമ്പോൾ എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ആരെയും വിശ്വസിക്കുവാനാകാത്ത ഒരു സാഹചര്യമാണ്. അത് ഇന്ന പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. വോട്ടിന് വേണ്ടി അവരെന്തും കാണിച്ചു കൂട്ടും. അതാണ് സാഹചര്യമാണ്.